ഗർഭകാലത്ത് കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയുള്ള വെള്ളം കൂടുതലാണ് എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ടതുണ്ടോ? അമ്നിയോട്ടിക് ദ്രാവകത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അത് കൂടുതലാവുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? അതേപോലെ അമ്നിയോട്ടിക് ദ്രാവകം കൂടുതലാണെങ്കിൽ അത് എങ്ങനെ അറിയാൻ സാധിക്കും? കൃത്യമായി എങ്ങനെ നിർണ്ണയിക്കാൻ സാധിക്കും? അമ്നിയോട്ടിക് ദ്രാവകം കൂടിയാൽ കുഞ്ഞിനും അമ്മയ്ക്കും ഉണ്ടാകുന്ന അപകട സാധ്യതകൾ എന്തൊക്കെയാണ്? അതെങ്ങനെ ചികിത്സിക്കാം? തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അമ്നിയോട്ടിക് ദ്രാവകം എന്നത് ഗർഭകാലത്ത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനുമുള്ള പ്രധാന ഘടകമാണ്. കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ ദ്രാവകം വയറിലേക്കുള്ള ആഘാതങ്ങളെയും സമ്മർദ്ദത്തെയും പ്രതിരോധിക്കുന്നു. കുഞ്ഞിൻ്റെ ശ്വാസകോശ വികസനത്തിന് സഹായിക്കുന്നു. കുഞ്ഞ് ഈ ദ്രാവകം വീങ്ങുന്നതിനാൽ ദഹന പ്രക്രിയയ്ക്ക് സഹായിക്കുന്നുണ്ട്. കൂടാതെ ശരീര താപനില നിയന്ത്രിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലായില്ലേ? അമ്നിയോട്ടിക് ദ്രാവകം കൂടുന്നത് പല കാരണങ്ങൾ കൊണ്ടാകും. എന്നാൽ ചില കേസുകളിൽ കാരണം വ്യക്തമല്ല. ഒന്നാമത്തേത് ഗർഭകാല പ്രമേഹമാണ്. അമ്മയുടെ രക്തത്തിലെ ഷുഗർ കൂടുതലായാൽ കുഞ്ഞ് കൂടുതൽ മൂത്രം ഉൽപ്പാദിപ്പിക്കും. അത് അമ്നിയോട്ടിക് ദ്രാവകം കൂടാൻ ഇടയാക്കും. അടുത്തത് കുഞ്ഞിന് അമ്നിയോട്ടിക് ദ്രാവകം ശരിയായി വിഴുങ്ങാൻ സാധിക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുക, പ്രത്യേകിച്ച് ദഹന വ്യവസ്ഥയിലെ തടസ്സങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ദ്രാവകത്തിൻ്റെ അളവ് കൂടാം. അടുത്തത് ട്വിൻസ് അല്ലെങ്കിൽ ട്രിപ്ലെറ്റ്സ് ആണെങ്കിൽ ദ്രാവകത്തിൻ്റെ ബാലൻസ് തെറ്റാൻ സാധ്യതയുണ്ട്. അടുത്തത് കുഞ്ഞിൻ്റെ രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ അളവ് കുറവാണെങ്കിൽ ദ്രാവകത്തിൻ്റെ അളവ് കൂടാൻ ചാൻസ് ഉണ്ട്. അടുത്തത് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ദ്രാവകം കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരുന്ന 50% കേസുകളിലും കാരണം വ്യക്തമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം വ്യക്തമല്ലെങ്കിലും ശരിയായ നിരീക്ഷണത്തിലും ഡോക്ടേഴ്സിൻ്റെ പരിചരണത്തിലും സുരക്ഷിതമായി ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് തന്നെ അമ്നിയോട്ടിക് ദ്രാവകം അധികം ഉണ്ടോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് നോക്കാം. സാധാരണ ചെറിയ രീതിയിൽ ദ്രാവകം കൂടുതലാണെങ്കിൽ അത് അറിയാനായിട്ട് ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ല. അതിനാൽ അൾട്രാസൗണ്ടിലൂടെയാണ് ഇത് കണ്ടെത്തുക. എന്നാൽ ദ്രാവകത്തിൻ്റെ അളവ് കൂടുമ്പോൾ ചില ലക്ഷണങ്ങൾ അനുഭവപ്പെടാം. അതിലൊന്നാമതായിട്ട് നമ്മുടെ ഗർഭകാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ വയറിൻ്റെ വലിപ്പം കൂടുതലായി തോന്നുന്നത്. അടുത്തത് ഗർഭപാത്രം ശ്വാസകോശത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നത് മൂലം ശ്വാസതടസ്സം അനുഭവപ്പെടുക. അതേപോലെ രക്തയോട്ടം തടസ്സപ്പെടുന്നത് കൊണ്ട് കൈകാലുകളിൽ വീക്കമുള്ളതായി തോന്നുക. അടിവയറ്റിൽ അമിതമായ സമ്മർദ്ദം ഉണ്ടാവുക. അത് നമുക്ക് വയറിൻ്റെ തൊലി വലിയുന്നതായി തോന്നും. അതേപോലെ മൂത്രത്തിൻ്റെ അളവ് കൂടുകയോ ഇല്ലെങ്കിൽ നല്ല രീതിയിൽ കുറയുകയോ ചെയ്യുക. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം കൂടിയതിൻ്റെ ചില ലക്ഷണങ്ങളാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാരണം, ഇതിൽ ഏതെങ്കിലുമൊക്കെ ലക്ഷണം ഉണ്ടെങ്കിൽ തന്നെ ഭയപ്പെടാതെ നിങ്ങളുടെ ഡോക്ടേഴ്സിനോട് കാര്യങ്ങൾ പറയുക. എങ്കിൽ മാത്രമേ യഥാർത്ഥ കാരണം കണ്ടെത്താനും ചികിത്സിക്കാനും സാധിക്കുകയുള്ളൂ. ഇനി ഈ ലക്ഷണങ്ങൾ ഏതെങ്കിലും തോന്നുന്നത് കൊണ്ട് മാത്രം പ്രശ്നം ഉണ്ട് എന്നല്ല. 3ാം സെമസ്റ്ററിൽ അസാധാരണമായിട്ട് എന്ത് അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാലും ഡോക്ടേഴ്സിനെ അറിയിക്കണം. അടുത്തതായിട്ട് കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ ദ്രാവകം കൂടുതലാണോ എന്ന് എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് നോക്കാം. പ്രധാനമായിട്ടും അൾട്രാസൗണ്ടിലൂടെയാണ് അറിയാൻ സാധിക്കുന്നത്. അതിനായിട്ട് കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയുള്ള അമ്നിയോട്ടിക് ദ്രാവകത്തിൻ്റെ അളവ് അളക്കുന്നു. AFI 24 സെൻറ്റിമീറ്ററിൽ കൂടുതലാണെങ്കിൽ ദ്രാവകത്തിൻ്റെ അളവ് കൂടുതലാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് ബ്ലഡ് ടെസ്റ്റാണ്. ഇത് അണുബാധയോ ഗർഭകാല പ്രമേഹമോ ഉണ്ടോ എന്ന് പരിശോധിക്കും. അടുത്തതായിട്ട് അമ്നിയോട്ടിക് ദ്രാവകം പരിശോധിച്ച് ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങളോ അണുബാധയോ ഉണ്ടോ എന്ന് നോക്കും. അടുത്തത് നോൺ സ്ട്രെസ് ടെസ്റ്റാണ് ചെയ്യുന്നത്. NST എന്നാൽ വയറിൻ്റെ മുകളിൽ സെൻസറുകൾ വെച്ച് കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പും ചലനങ്ങൾ 20 to 40 മിനിറ്റ് നിരീക്ഷിക്കുന്നതാണ്. ഇത് കുഞ്ഞിൻ്റെ ആരോഗ്യനില വിലയിരുത്താൻ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല വേദനയില്ലാത്ത ഒരു പരിശോധന കൂടിയാണിത്. അമ്നിയോട്ടിക് ദ്രാവകം കൂടുതലാണെങ്കിൽ നിങ്ങൾക്കും കുഞ്ഞിനും ഉണ്ടാകുന്ന അപകട സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രീടൈം പ്രസവത്തിന് ഇടയാക്കും. അമിത ദ്രാവകം കുഞ്ഞിൻ്റെ ശ്വാസകോശ വളർച്ചയെ ബാധിച്ചേക്കാം. പിന്നെ കുഞ്ഞിന് നാഡീ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് കുഞ്ഞിൻ്റെ ഓക്സിജൻ ലഭ്യതയെ ബാധിക്കും. അടുത്തതായി നിങ്ങൾക്ക് വയറിൻ്റെ വേഗത്തിലുള്ള വളർച്ച വേദനയ്ക്കും ശ്വാസതടസ്സത്തിനും ഇടയാക്കും. അതേപോലെ ഗർഭപാത്രം ചുരുങ്ങാൻ വൈകുന്നത് രക്തസ്രാവം കൂടുതലാക്കും. അമ്നിയോട്ടിക് ദ്രാവകം കൂടുതലാണെങ്കിൽ എങ്ങനെ ചികിത്സിക്കാം എന്നതിനെ കുറിച്ച് നോക്കാം. നേരിയ അളവിൽ കൂടുതലാണെങ്കിൽ സ്ഥിരമായ അൾട്രാസൗണ്ടും പരിശോധനകളും മതിയാകും. അടുത്തത് പ്രമേഹമോ അണുബാധയോ ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നതായിരിക്കും. ഇനി ഗൗരവമായ കേസുകളിൽ അമ്നിയോ റിഡക്ഷൻ അഥവാ അമിതമായിട്ടുള്ള ദ്രാവകം പുറത്തെടുക്കുന്ന പ്രക്രിയയാണിത്. അടുത്തത് ദ്രാവകം ഉൽപ്പാദനം കുറയ്ക്കാനായിട്ട് പ്രത്യേക മരുന്നുകൾ നൽകും. അടുത്തതായി ഗർഭിണിക്കും കുഞ്ഞിനും അപകടം ഉണ്ടെങ്കിൽ പ്രസവം നേരത്തെ നടത്താം. അമ്നിയോട്ടിക് ദ്രാവകം കൂടുതലാണെങ്കിലും ശരിയായ പരിശോധനയിലൂടെയും നിരീക്ഷണത്തിലൂടെയും ഗർഭകാലം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അവസാന സെമസ്റ്ററിലെ ഏതൊരു അസാധാരണമായിട്ടുള്ള അസ്വസ്ഥതകളെയും അവഗണിക്കാതെ നിങ്ങളുടെ ഡോക്ടേഴ്സിനെ പോയി കാണുക. കുഞ്ഞിൻ്റെയും നിങ്ങളുടെയും ആരോഗ്യം ഉറപ്പുവരുത്തുക. നമ്മുടെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അതോടൊപ്പം നിങ്ങളുടെ ഗർഭകാല അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കണ്ട. കാരണം ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടേക്കാം.